നമ്മുടെ ഒപ്പീനിയൻ പോളിലേക്ക് പോകുന്നു. എന്തായിരുന്നു പഞ്ചാബ് സംബന്ധിച്ചുള്ള ഒപ്പീനിയൻ പോൾ നോക്കട്ടെ. എല്ലാ ഒപ്പീനിയൻ പോളുകളും BJPയുടെ ഒരു പതനമാണ് അവിടെ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ഒരു ഒപ്പീനിയൻ പോൾ ഒഴിച്ച് അല്ലേ, ഒരു ഒപ്പീനിയൻ പോൾ CSTS മാത്രമാണ് ഒരുപക്ഷെ BJPക്ക് ഒരു എഡ്ജ്. BJP ഉദ്ദേശിക്കുന്നത് അകാലിദൾ BJP കമ്പൈനിന് ഒരു എഡ്ജ് വെച്ചിരുന്നു. ബാക്കി എല്ലാ ഒപ്പീനിയൻ പോളുകളും ഒരുപക്ഷെ കോൺഗ്രസ് അതല്ലെങ്കിൽ ആപ്പ്. നോക്കുക, TV24 എന്നുള്ള ഏജൻസി നടത്തിയ ഒപ്പീനിയൻ പോൾ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം. ഇന്ത്യ ട്രെൻഡിംഗ് എന്നുള്ള ഏജൻസി നടത്തിയ ഒപ്പീനിയൻ പോൾ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം. സി വോട്ടർ നടത്തിയിട്ടുള്ള ഒപ്പീനിയൻ പോൾ പ്രകാരം നോക്കുക, ആം ആദ്മി പാർട്ടിക്ക് 94-100 സ്വീപ്പാണ്. അപ്പൊ ഇതിന് ശേഷമാണ് രാഷ്ട്രീയം മാറിയത്. ഒപ്പീനിയൻ പോൾ നടത്തുന്ന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രകടമായിട്ടുള്ള മേൽക്കോയ്മ പഞ്ചാബിലുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ പോലെ അവർക്കിടയിലെ സ്പ്ലിറ്റ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ കഴിയാതിരുന്നത്, കോൺഗ്രസ് കുറച്ചും കൂടി ശക്തിപ്പെട്ടത്, മറ്റേ നവജോത് സിദ്ധു ഉൾപ്പെടെയുള്ള ആൾക്കാർ കോൺഗ്രസിലേക്ക് മാറിയത്, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പിന്നീട് ചിത്രം മാറ്റിയത്. ഇനി എക്സിറ്റിലേക്ക് പോകുന്നു നമ്മൾ. എക്സിറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഫലം വന്നിട്ടുള്ള എക്സിറ്റ് സർവേ പ്രകാരം ഇന്ത്യ ടി വി കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒപ്പത്തിനൊപ്പം 55-54. നോക്കുക, 55-54. ഇന്ത്യ ന്യൂസ് അതുപോലെ തന്നെ 55-55. ഇന്ത്യ ടുഡേ 62 മുതൽ 71 സീറ്റിൽ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം. 59 മാർക്ക്, അതിൽ 62 കിടക്കുന്നു. ന്യൂസ് 18 53 കോൺഗ്രസിന്, APക്ക് 57, സി വോട്ടർ 63 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക്. ന്യൂസ് 24 മാത്രമാണ് ഒരുപക്ഷെ BJPയെയും ശിരോമണി അകാലിദളിനെയും തുടച്ചു മാറ്റാതെ ഈ കളത്തിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടി. അതെ, ശരിയാണോ? അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ന്യൂസ് 24 മറ്റേ നിങ്ങളുമായിട്ട് സോമശേഖറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏജൻസിയാണോ? അല്ല, ഇതിന്റെ മുകളിൽ ഒന്നും പേടിക്ക് സംശയം. അങ്ങനെ ഒരു ഫിഗർ വന്നോണ്ട് ചോദിച്ചാൽ വളരെ ഈ ഫിഗർ ഒന്നും കൂടെ നോക്കണം, എനിക്കൊന്ന് കൺട്രോൾ നോക്കുക. ഇങ്ങനെ ഒരു ഫിഗർ ഒരുപക്ഷെ ഈ ഫിഗർ ഇവിടെയാണെന്ന് സംശയം, എനിക്കൊരു സംശയം കാണാം. കാരണം വെച്ചാല് കുമാർ തന്നെ തലേ കൈവച്ചിരിക്കുക, എങ്ങനെ ഇങ്ങനെ വരുള്ളൂ? കുമാർ 5-6 സീറ്റിന് അപ്പുറത്ത്, ഈ 54 ഒരുപക്ഷെ ഇത് ഇപ്പുറത്തായിരിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പാ, നമ്മുടെ രാജീവിന്റെ പിള്ളേർ ചെയ്തതായിരിക്കും. അതെ, നോക്കിക്കോളൂ. എന്തായാലും പഞ്ചാബിന്റെ കാര്യത്തിൽ ഒരു തീർപ്പായി, പക്ഷേ പരിപൂർണ തീർപ്പുമില്ല. ആര് ഭരിക്കുന്നുള്ള കാര്യം വ്യക്തമില്ല. എന്തായാലും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വന്ന ശേഷം, അധികാരത്തിൽ വന്ന ശേഷം മാത്രമേ സൂസൻ തൊപ്പിയൂരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുവരെ തൊപ്പിയൂരില്ല ആണല്ലോ. അതാ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വർഗീസ് സർ, അതായത് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തേറിയ ശേഷം മാത്രമേ ഈ തൊപ്പി ഊരുള്ളൂ. അപ്പൊ കുളിക്കൊന്നും വേണ്ടേ? ഇപ്പൊ അവിടെ ആദ്മി പാർട്ടി ഇല്ല, കുളി വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. അതായത് മാർച്ച് 11 വരെ കുളി പോലും വേണ്ടാന്ന്. കുമാരെ നോക്ക്, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ രാഷ്ട്രീയത്തിലെ പ്രതിബദ്ധത. അതായത് അധികാരത്തിലേക്ക് ആം ആദ്മി പാർട്ടിനെ കൊണ്ടുവന്ന ശേഷം മാത്രമേ ഈ ഒരു പ്രതിബദ്ധതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ 10-1 ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെ എത്തിയതിനെ 12. ഉത്തരം പറ. അതിനോടനുബന്ധിച്ച് ഇവർ അധികാരത്തിൽ ആദ്മി പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി, നിതീഷ് കുമാർ, മമതാ ബാനർജി ഇവരെ പോലെ തന്നെ ഒരു യുണൈറ്റഡ് ഓപ്പോസിഷന്റെ നേതൃസ്ഥാനത്തേക്ക് കേജ്രിവാൾ. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിശകലനമാണ്. അതായത് പഞ്ചാബില് ആം ആദ്മി പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായി ഉരുത്തിരിയും ഭരണകക്ഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് കേജ്രിവാൾ ഉരുത്തിരിയുന്നതാണ്. ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ ചുറ്റുമാണ് ഒരു ബദൽ ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഭാഗം അലങ്കരിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്കൊന്ന് നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേജ്രിവാളാണ്. ഏറ്റവും കൂടുതൽ BJP. ഗുജറാത്ത് അടുത്തൊരു കുറച്ച് സ്വാധീനമുള്ള സ്റ്റേറ്റാണ്. ഈ തൊപ്പിയെല്ലാം അങ്ങോട്ട് എത്തും കുമാറെ, ഈ തൊപ്പിയെല്ലാം അങ്ങോട്ട് എത്തും. സൂസൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങോട്ട് എത്തും. ശ്രദ്ധിച്ചോളൂ. അല്ല, പന്തളത്തോടും പറയണം. എന്താണെന്നറിയോ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തിയുള്ള സ്ഥലമായിരുന്നു ഗുജറാത്ത്.
മഹാത്മാവിൻ്റെ സ്ഥലം. ആ ഗുജറാത്തിൽ കോൺഗ്രസ് പലപ്പോഴും സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് ഇന്ന് കോൺഗ്രസ് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയി. പന്തളം വളരെ പ്രധാനപ്പെട്ട, അതായത് ഗോവയിൽ നിങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആകാൻ പോകുന്നു, മണിപ്പൂർ ഡിസ്പ്ലേസ്ഡ് ആകാൻ പോകുന്നു, പഞ്ചാബിൽ നിങ്ങൾക്ക് അധികാരം കിട്ടാതെ പോകുന്നു. 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പില്ല. അത് കൗണ്ട് ചെയ്ത് അല്ല, അവിടെ ആം ആദ്മി പാർട്ടി വരുന്നു. അല്ല, പഞ്ചാബ് ആം ആദ്മി പാർട്ടി അവിടെ ഒരു അതെ, അത് ശരിയാണ്. ഇതൊക്കെ കോൺഗ്രസിനെ ഇരുന്ന് ചിന്തിപ്പിക്കണ്ടേ? ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പ്ലീസ്. ഈ ഗുജറാത്തിൽ BJP വരുന്നത് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെയാണ്. കോൺഗ്രസിനോട് നിന്ന് എല്ലാം സംവരണ വിഭാഗങ്ങളാണ്, ദളിതുകളും ആദിവാസികളും എല്ലാം. ഈ സംവരണ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് ചാഞ്ചാടിപ്പോയി. കോൺഗ്രസ് സംവരണത്തിനെതിരായ നിലപാടെടുത്തു, മണ്ഡൽ കമ്മീഷനെ എതിർത്തു. ഈ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിൽ നിന്ന്. മാത്രമല്ല കുമാരന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ BJPക്ക് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുന്നുണ്ട്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട എതിർകക്ഷി കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 1, 2, 3 ജനങ്ങളുടെ വികാരത്തിനും വിശ്വാസത്തിനും ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കും, അധികാരത്തിൽ വരും, ജനങ്ങൾ കൂടെ നിൽക്കും. അതില്ലാത്ത പാർട്ടികൾ എവിടെയും ഇല്ലാതെ പോകും. അല്ല, ഇവിടെ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ട്, ഇന്ത്യയിൽ ഇപ്പൊ ഇവിടെ ഇലക്ഷനൊക്കെ പണം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന കാലം ഇലക്ഷൻ പണം കൊണ്ടുണ്ടാക്കിയതാണെന്ന്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ഇലക്ഷനും ചെലവാക്കുന്നത്. നിങ്ങളെ പിരിക്കാൻ എടുക്കാറില്ലേ? നിങ്ങൾക്ക് ബക്കറ്റ് പിരിവ്, ഞങ്ങൾക്ക് ബക്കറ്റ് പിരിവേ അറിയുള്ളൂ. ഒരു കാര്യം ഞാൻ മോശം ഒരു കാര്യം ചെയ്യും. അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയില്ല. അതാണ് ഞങ്ങൾ പാട്ടപ്പിരിവ് നടത്തും. പിന്നെ കുമാര ചില ട്രിക്കുകളൊക്കെ മോശത്തിന് പറഞ്ഞു കൊടുക്കണം. അവര് വരട്ടെ. എന്തായാലും പന്തളം ഈ പറഞ്ഞ ചർച്ചയിൽ നമ്മൾ നടത്തിയ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് എക്സിറ്റ് പോൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ഒരുപക്ഷെ മാർച്ച് 11 10 മണിയോടുകൂടി മാത്രമേ കൃത്യമാകുള്ളൂ. ഇത് സോമശേഖരനെ പോലുള്ള ആൾക്കാർ പടച്ചുവിടുന്ന കണക്കുകളാണ്. ഇതിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ച് എനിക്കും ജേക്കബ് ജോർജിനും സംശയമുണ്ട്. 50% മാത്രമേ ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നുള്ളൂ. അല്ല, അവിടെ അതിനകത്ത് ഒരു കാര്യം ക്ലിയർ ചെയ്യണം. ഈ ലോകത്ത് നടക്കുന്ന ഒരു സാമ്പിൾ സർവേയും 100% ശരിയല്ല. സർക്കാർ ഏജൻസി ഇപ്പോൾ പ്ലാനിങ്ങിന് എടുക്കുന്ന ഡേറ്റ 100% ശരിയാണോ? ഒരു സാമ്പിൾ സർവേയും 100% ശരിയാവില്ല. സാമ്പിൾ സർവേകളിൽ എപ്പോഴും എറർ ഉണ്ട്. അത് ഇന്നവിറ്റബിൾ, അത് ഒരിക്കലും ഇല്ലാതാക്കാനേ പറ്റത്തില്ല. അതെ, ഞാൻ സോമശേഖരനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പക്ഷേ ഞാൻ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഈ രാത്രിയിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർ വിചാരിച്ചിട്ടുണ്ടാവും UP-ൽ അവർ അധികാരത്തിൽ അങ്ങനെ ആം ആദ്മി പാർട്ടി ഡിക്ലറേഷൻ നടത്തുന്ന തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 185 എന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുമാറിന് 202 എന്നുള്ള കണക്കിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അല്ല, അതെ, ഞാൻ തീർത്തും പറയുന്നത് കൊണ്ടാണ് ഈ ഇത്തരം സർവേകളിൽ ഒരു മാർജിൻ ഉണ്ടെന്ന് സർവേ നടത്തുന്നുണ്ടല്ലോ. എന്തായാലും പോലും UP-ൽ അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളുകളൊക്കെ ഏറെക്കുറെ ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് ആൾക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. പന്തളത്തെ പോലുള്ള ആൾക്കാർക്ക് മുഖത്ത് കരിനിഴൽ വീഴാൻ കാരണം ഈ പറഞ്ഞ അഖിലേഷ് ഇങ്ങനെ പ്രസ്താവന നടത്തിയതാണ് അല്ലേ പന്തളം? അല്ല, അത് കരുതലല്ലോ, അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞില്ല. എന്താ തെറ്റ്? പന്തളത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലല്ല, പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയുടെയും ആ യോജിച്ചുള്ള ആ മുന്നേറ്റ സത്യത്തിൽ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ വളരെ സജീവമായി കണ്ടു. വളരെയധികം പ്രതീക്ഷ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുള്ള ജോയിന്റ് ആയില്ലേ ചെറിയാനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്? അല്ലെ, അഖിലേഷ് യാദവിന് അവിടെ ഒരു പോപ്പുലർ ബേസ് ഉണ്ട്. രാഹുൽ ഗാന്ധിക്കില്ല. ഇല്ല. ഓക്കെ, രാഹുൽ ഗാന്ധി ഒരു ബാധ്യതയായി പ്രിയങ്ക വന്ന കുറെ ആളുകൾ. അതായത് രാഹുൽ ഗാന്ധി ചെറിയാന കണക്ക് പ്രകാരം രാഹുൽ ഗാന്ധി അഖിലേഷിന് ഒരു ബാധ്യതയായി എന്നാണ് പറയുന്നത്. അല്ലല്ല, അഖിലേഷ് യാദവിന് രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധം ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് മായാവതിയുമായിട്ട് ആയിക്കൂടാ എന്ന് ചോദ്യമില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ജേക്കബ് ജോർജിനോട്. ഈ രാഹുൽ ഗാന്ധിക്ക് പകരം എന്തുകൊണ്ട് അഖിലേഷ് നേരത്തെ തന്നെ മായാവതിയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ പ്രകടമായ ഒരു സ്വീപ്പ് ഉണ്ടാവില്ലായിരുന്നു? ഉണ്ടാവണമെന്നില്ല. ഇല്ല. അത് കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് തന്നെയാണ്. ഓക്കെ, പോസ്റ്റ് ഇലക്ഷനിൽ മാത്രം യോജിക്കാൻ കഴിയുന്ന സാമൂഹ്യ ശക്തികളാണ് ഇവർ രണ്ടുപേർക്കും ഉള്ളത്. അതുകൊണ്ട് ഇലക്ഷനിൽ യോജിക്കാതിരിക്കുന്നത് തന്നെ ഒരു തന്ത്രമാണ്. അത് തന്നെയാണല്ലോ
അച്ഛൻ യാദവ് മകൻ യാദവിനോട് പിണങ്ങിയതിന്റെ പിന്നിലും ഒരു രാഷ്ട്രീയമില്ല. തന്ത്രമാണ്. ഒരു രാഷ്ട്രീയ ഒരു ആന്റി ഇൻകംബൻസി കളയാൻ വേണ്ടിയുള്ള സൂത്രമായിരുന്നു. അതെ, എസ് പിക്കകത്ത് ചില അഴുക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അച്ഛനോടൊപ്പം പുറത്തുപോയി. ഞാനിതാ ശുദ്ധ എന്നായ ഒരു നേതാവാണ്, യുവാവ്. വേറൊരു യുവാവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന്. യു പി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് യു പിയിലെ ഒരു 30-32% വോട്ട് ആർക്ക് കിട്ടുന്നു അവർക്ക് വേണമെങ്കിൽ ഒരു ഭൂരിപക്ഷം സിദ്ധിക്കാം. വേണമെങ്കിൽ യു പിയുടെ ഒരു ചരിത്രം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ക്വിക്കായിട്ട് എക്സിറ്റ് പോളുകൾ വന്ന സ്ഥിതിക്ക് കൺട്രോൾ റൂം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2012, 2014 ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി കാണിക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണത ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ലഭിക്കും. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ 2017 എക്സിറ്റിലേക്ക് കൂടെ പ്രവേശിക്കാം. അങ്ങനെ 2012 സമാജ്വാദി പാർട്ടിക്ക് വ്യക്തമായി നോക്കുക. 2012 നോക്കുക. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 224 സീറ്റ്. ഇതെനിക്ക് ഒറ്റ സർവേ, എനിക്ക് തോന്നുന്നു 6 സർവേകളിൽ ഒരു സർവേ മാത്രമാണ് എസ് പിക്ക് ഇങ്ങനെ ഒരു വിജയം പ്രവചിച്ചിരുന്നത്. ബാക്കി എല്ലാ സർവേകളും ഒരു ഹംഗ് നിയമസഭയായിരുന്നു അവിടെ പ്രവചിച്ചിരുന്നത്. BSP 80, BJP 47, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 28, RLD 9. അതെ, ഇതാണ്. ഈ 2014 ലോകസഭ നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള വലിയൊരു തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു നോക്കാം. 2014 ലോക്സഭ അവിടെ 29% വോട്ട് യഥാർത്ഥത്തിൽ എസ് പിക്ക് അന്ന് കിട്ടിയുള്ളൂ. ഈ 226 സീറ്റ് കിട്ടിയപ്പോൾ നോക്കുക. 2014 ലോക്സഭയിൽ 80 ലോക്സഭാ സീറ്റിൽ 71 ലോക്സഭാ സീറ്റ്. എനിക്ക് തോന്നുന്നു ഈ രണ്ടും കൂടി ഇവരെ ചേർക്കണം. എന്താ കാരണം വെച്ചാൽ ഇതിൽ അപ്രാതളിന്റെ ഒക്കെ ഒരു സീറ്റുണ്ട്. അപ്പം 73 ലോക്സഭാ സീറ്റ് ആണ് BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വീപ്പ് ആണ് യു പിയിൽ നടന്നിരുന്നത്. അത് പ്രകാരം 330 + 10 340 സീറ്റ് 340 സീറ്റിലാണ് BJP ഇക്കുറി വിജയം കാണുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഒരിക്കലും ഒരു ഇലക്ഷൻ വേറെ ഇലക്ഷൻ അല്ല. ഒരിക്കലും വോട്ടുകൾ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ട്രെൻഡാണ് ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി ഇപ്പോഴൊരു സെൻട്രൽ ക്യാരക്ടറായി നിൽക്കുന്നു. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുന്നു. സർജിക്കൽ സ്ട്രൈക്കിലൂടെ രാഷ്ട്രീയ ഒപ്പോണൻസിനെ തളർത്തിയിരിക്കുന്നു. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. യു പിയിൽ വർഗീയ കലാപങ്ങളും വർഗീയ ധ്രുവീകരണം നടന്നു. അതുകൊണ്ട് ഈ പറയുന്ന അക്കത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് കുമാറിനെ പോലുള്ള ആൾക്കാർ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 2014 അക്കമാണ്. ഇനി അടുത്ത ഫിഗറിലേക്ക് നമ്മൾ പോകുന്നു. എങ്ങനെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നെന്നുള്ളത്. അതായത് 2014 വോട്ട് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നോക്കുക. അമേസിങ്. ഒരു ത്രികോണ മത്സരത്തിൽ 42% വോട്ട് BJP നേടിയ ഒരു തെരഞ്ഞെടുപ്പ്. അമേസിങ്. ഒരിക്കലും അൺബിലീവബിൾ ആണ്. 42 പോയിന്റ്. മറ്റുള്ളവരൊക്കെ നിഷ്പ്രഭമായി പോകുന്നു. അതായത് ഇരട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് സമാജ്വാദി പാർട്ടിക്ക് കിട്ടി 22-ന്റെ ഇരട്ടി ഏറെക്കുറെ. ഇവിടെയാണ് കുമാറിന്റെ കൂട്ടർ കണക്ക് കൂട്ടുന്നത്. ഈ 42-ൽ ഒരു 10 പോയാലും 32 ആ 32 ജേക്കബ് ജോർജ് ഒരു 204-ലേക്കോ 210-ലേക്ക് കൊണ്ടുപോയില്ലേ? ഇവർ വേറൊരു കണക്ക് കൂട്ടി. അതായത് ബീഹാറിൽ ഇതുപോലെ ലോകസഭയ്ക്ക് ശേഷം നിയമസഭ നടന്നപ്പോൾ ആകെ 5-6% അവിടെ മഹാഗഡ്ബന്ധൻ ഉണ്ടായിട്ടും കുറഞ്ഞത്. അപ്പം ബീഹാർ മഹാഗഡ്ബന്ധൻ ഉണ്ടായിട്ടും കുറഞ്ഞത് 5-6% ഇവിടെ പോട്ടെ 10 പോയാലും ഞങ്ങൾ ജയിക്കുമെന്ന് തറപ്പിച്ച് പറയാൻ കുമാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതല്ലേ വർഗീസ് ജോർജ്? ഇതല്ലേ? അല്ല, ഒരു എക്സിറ്റ് പോളും ഒന്നൊഴികെ അവിടെ കൃത്യമായി ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഹങ് അസംബ്ലി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബ്രിട്ടാസ് അങ്ങനെ തറപ്പിച്ച് പറയാൻ വരട്ടെ. ഞാൻ തറപ്പിച്ച് പറഞ്ഞില്ല. ഞാൻ കുമാർ തറപ്പിച്ച് പറയുന്ന കാരണം പറഞ്ഞു. കുമാർ തറപ്പിച്ച് പറയുന്നത് അവർക്ക് കുമാർ തറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്നുള്ള ഞാൻ തറപ്പിച്ച് പറയുന്നത്. കുമാറിന് അതിനുള്ള ന്യായീകരണമുണ്ട്. ബോംബെയിൽ ശിവസേനയും BJP-യും തമ്മിൽ മത്സരിച്ചിട്ടും അവർ രണ്ടും വിജയിച്ചു. ഒഡീഷയിൽ മുനിസിപ്പൽ ഇലക്ഷൻ അവർ വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ജമ്മു കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, ആസാം ഇത്രയും സ്റ്റേറ്റുകളിൽ, മഹാരാഷ്ട്ര ഇത്രയും സ്റ്റേറ്റുകളിൽ അവർ വിജയിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP-യുടെ ഒരു എവല്യൂഷനുണ്ട്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. പക്ഷേ അവർക്കെന്നും ബാലികാറാമല ഈ ഒരു ബെൽറ്റായിരുന്നു. UP, ബീഹാർ, ഒറീസ, ഹരിയാന
അവിടെ സോഷ്യലിസ്റ്റുകൾ ജനതാ പരിവാർ ഒരു കോട്ട പോലെ കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് തകർത്ത് BJP താങ്കൾ അംഗീകരിച്ചു അത്? യു പിയിൽ ആ കോട്ട പൊളിച്ചു എക്സിറ്റ് പോൾ വെച്ച് അംഗീകരിച്ചു. എക്സിറ്റ് പോൾ വെച്ച്. പക്ഷേ ഞാൻ CSDS സർവേ വിശ്വസിക്കുന്നത് താങ്കളുടെ സൗകര്യത്തിൽ അത് അല്ലല്ല, ഏറ്റവും സയന്റിഫിക് സർവേ CSDS ആണ്. സോമശേഖർ പറയട്ടെ. സോമശേഖർ അങ്ങനെ അതാണ് സയന്റിഫിക്, ബാക്കികൾക്ക് അൺസയന്റിഫിക് എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ലല്ലോ. സോമശേഖർ മാറി. അല്ല, അതിനൊരു കാരണം പറയുന്നത് അതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ് സർവേകൾ ചെയ്തൊരു പാരമ്പര്യമുണ്ട്. ഇൻഡിപെൻഡന്റ് ഏജൻസി അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യ ടുഡേ നടത്തുന്നതും പിന്നെ ടൈംസ് നൗ നടത്തുന്നു, അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അല്ലേ? അല്ല, CSDS ഈ ചാനലുകൾക്ക് വേണ്ടി അല്ലാതെ തന്നെ സർവേ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. ചാനലുകൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്നല്ലേ അർത്ഥം പറഞ്ഞു വരുന്നത്? അല്ല, ചാനലുകൾക്ക് രാഷ്ട്രീയമൊന്നുമല്ല, ഒരു സ്പോൺസേഡ് അല്ലാതെ, അതായത് സ്വന്തമായി സർവേ ചെയ്യുന്നത്. അപ്പൊ എന്താ സോമശേഖർ പറഞ്ഞാൽ ഈ സർവേകളിൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ പോലെ CSDS സർവേക്ക് എന്തെങ്കിലും ഒരു തൊപ്പിയോ അല്ലെ തൂവലോ അധികം ഉണ്ടോ? അല്ല, അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോഴേ നോക്കാം, എല്ലാ സർവേകളും BJPക്ക് 30 തൊട്ട് 35% വരെ വോട്ട് പറയുന്നുണ്ട്. ഇത് പഴയ കാലത്തെ ട്രെൻഡ് വെച്ചിട്ടാണ് BJPക്ക് ഭൂരിപക്ഷം ഒരു പുതിയ സർവേ നോക്ക്. ഇതാണ് ഇന്ത്യ ടുഡേ ആക്സിസ്. നോക്കുക ക്ലിയർ മെജോറിറ്റി നോക്ക്. BJPക്ക് 251 മുതൽ 279, കുമാറെ 251 മുതൽ 279 ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ. സമാജ്വാദി പാർട്ടി 88, 112. അതായത് ഒരുപക്ഷെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം തിരിഞ്ഞുകൂത്തി എന്ന് വേണമെങ്കിൽ ഇടുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. BSP 22 മുതൽ 42 വരെ. അത് വലിയ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ആദ്യമായിട്ടാണ് ഒരു തമ്പിങ് വിക്ടറി BJPക്ക്. കുമാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിറം മാറാൻ പാടില്ല. ഇതാണ് ശരിയായ ഇതുവരെ 202 വരെ കിട്ടിരുന്ന ആള് ഇതിന്റെ പ്രസിദ്ധയിലേക്ക് പോകണം നമുക്ക്. എന്താ കാരണം വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയൊരു വിക്ടറി? പ്രസിദ്ധ നോക്ക് ഇതാണ്. നോക്ക്, ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പ്രകാരം BJPക്ക് 36%, അതായത് 8% എറോഷൻ സംഭവിച്ചിരിക്കുന്നു അല്ലെ? അതായത് കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് 8% ഇത് തന്നെയാണ് BJP കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. അതായത് 6 വന്നാലും ഇത്രയും ഉണ്ടാവും. 36. സമാജ്വാദി പാർട്ടിക്ക് 30, സമാജ്വാദി പാർട്ടി കോൺഗ്രസ് 30. ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ലോക്സഭയിൽ കിട്ടിയ രണ്ടും കൂടെ വെച്ച് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. 22 പ്ലസ് 8 വരുമ്പോൾ 20 അല്ലേ, ഏറെക്കുറെ. അതെ, ഈ മറ്റ് സർവേകളിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം കണ്ടിരിക്കുന്നത് BSPക്ക് ഇതിനകത്ത് പെർസെന്റേജ് വോട്ട് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ സർവേയിലും 26 മുതൽ 28% വരെ പറയുന്നുണ്ട്. ഈ ഒരു സർവേയിൽ മാത്രമാണ് BSPക്ക് ഇത്രയും കുറച്ച് വോട്ട് പറയുന്നത്, 22%. അതുകൊണ്ടാണ് ഈ സീറ്റ് കൺവേർഷൻ ഇത്രയും BSP പക്ഷേ കഴിഞ്ഞ ലോകസഭയിലെ 19 സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അത് ശരിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ BSP 1-2% ഇൻക്രീസ് ചെയ്തു. 2% ഇൻക്രീസ് ചെയ്ത് എല്ലാവരും കുറഞ്ഞു. അതായത് പിന്നെ BJP കുറഞ്ഞു, 42 നിന്ന് 36 എത്തി. പക്ഷേ നിലവിൽ 36, ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ 36 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അല്ല, വേറൊരു അതിനകത്തൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ BJPക്ക് നഷ്ടപ്പെട്ട ആ ഒരു 6% വോട്ടില്ലേ, അത് ആർക്കാണ് കിട്ടിയതെന്ന് വ്യക്തമല്ല. അതേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരു പക്ഷേ RLD ഒക്കെ ഉണ്ടാകാം. വെസ്റ്റേൺ UPയിലൊക്കെ ജാട്ട് വോട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള വലിയ വോട്ടുകൾ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ആ വോട്ടുകൾ മുഴുവൻ കൊണ്ടുപോയത് BJP ആണ്. ആ BJP തിരിച്ചു പിടിച്ചിട്ടുണ്ട്, അത് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ കണക്ക് ഇന്ത്യ ടുഡേ ആക്സിസ് പോളിലെ പെർസെന്റേജും സീറ്റും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ഒരുപക്ഷെ വലിയൊരു വൈരുദ്ധ്യമില്ല. ജേക്കബ് ജോർജ്, പെർസെന്റേജിനകത്തൊരു സയൻസ് ഉണ്ട്. അപ്പൊ താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഏതായാലും അന്തിമമായ ഫലം വരട്ടെ. എന്താണ് ജേക്കബ് ജോർജ് ഒരു ടേക്ക്? താങ്കൾ ഇപ്പോഴും ഒരുപക്ഷെ ഒരുപാട് സർവേകൾ കണ്ടു, താങ്കൾ ഇത് ശാസ്ത്രീയമായിരിക്കാമെന്ന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാനിപ്പോ താങ്കളെപ്പോൾ ഒരു മുതിർന്ന രാഷ്ട്രീയ 42% വോട്ട് ലോക്സഭയിൽ കിട്ടിയ വോട്ട് ഒരിക്കലും അത്രയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് എഗ്രി ചെയ്തു. അപ്പോൾ ഒരു 10% വോട്ട് കുറഞ്ഞാൽ പോലും BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണി. എന്റെ ഒരു ചോദ്യമാണ്. അതായത് ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ BJP നേതാക്കന്മാർ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്. അതായത് 42 നിന്ന് സാധാരണഗതിയിൽ ബീഹാറിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മഹാഗഠബന്ധൻ വന്നിട്ട് പോലും ഡോക്ടർ വർഗീസ് ജോർജ് 6%, 7% ടിപ്പുണ്ടായിട്ടുണ്ട്. പോട്ടെ, മഹാഗഠബന്ധൻ ഇല്ലാത്ത UPയിൽ അത് 10 വരെ ആക്കിക്കൊണ്ടു. 10 ആക്കിയാലും 32 ഉണ്ടല്ലോ. 32 എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ BJPക്കെതിരെ ഒരു ഐക്യം ഉണ്ടാക്കിയത് കോൺഗ്രസും SP കൂടെ മാത്രമാണ്.
BSP അങ്ങ് പ്രത്യേകിക്കുകയാണ്. ഇല്ല, BSP ഉണ്ടായിരുന്നില്ല. അതാണ്, അതുകൊണ്ട് BJP-യുടെ ധൈര്യം കൂടി. അതെ, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് BJP-ക്ക് പ്രസക്തി കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കള് ഈ പറഞ്ഞ അല്ല എങ്കിൽ പോലും അതപ്പടി അവിടെ ഒരു പക്ഷപാതിത്വം ഉണ്ടോ? കുമാറെ അവിടെ ഒരു പക്ഷപാതിത്വം ഉണ്ടോ? അതായത് ഇതെല്ലാം പറഞ്ഞ ശേഷം അവസാനം ഒരു വാലട്ടമായിട്ട് എങ്കിൽ പോലും ഒരു വലിവ് ഒരു സംശയം കൂടെ ഉള്ളത്, യഥാർത്ഥത്തിൽ 2014 കോൺഗ്രസിനും SP-ക്കും കൂടെ 30% വോട്ട് ഉണ്ടായിരുന്നു. ഈ ലോക്സഭാ ഇലക്ഷനിൽ പോലും ഉണ്ടായിരുന്നു. 1% പോലും വോട്ട് അവർക്ക് കൂടിയിട്ടില്ല. അല്ല ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ അതൊക്കെയാണ് ഒരു സംശയം. അതായത് BJP-ക്ക് ഈ 6% കുറഞ്ഞതിൽ 1% വോട്ട് പോലും SP കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ആ പെർസെന്റേജിലാണ് സോമശേഖരൻ അതിനോട് യോജിപ്പില്ല. എന്തോ ചെറിയ വ്യത്യാസം. എനിക്ക് ഇത്തിരി കൂടെ പറയാനായി 36% കിട്ടാൻ സാധ്യതയില്ല. മായാവതിക്ക് 3% കൂടിയിട്ടുണ്ട്. ഈ 36% കിട്ടാനുള്ള സാധ്യത കുറവാണ്. 33-32 എത്താനാണ്. ഓക്കെ, അപ്പം ഇവിടെ കുമാർ, അതായത് സോമശേഖരന്റെ കണക്ക് പ്രകാരം ഇന്ത്യ ടുഡേ ആക്സിസ് പ്രകാരം 36% BJP-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും, അത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും, സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് അവരുടെ ലോകസഭയുടെ പെർസെൻറ്റേജും ഒരുമിച്ച് ചേർത്താൽ മാത്രം പോരാ, അതിലൊരു അല്പം കൊണ്ട് ഇൻക്രീസ് കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ. അല്ല, അതാ പറഞ്ഞു. അങ്ങനെ വന്നാൽ ഒരു 33%-ലേക്ക് BJP വരാനാണ് വ്യക്തമായി. അതായത് ഓക്കെ, അതായത് അത് ഒരു മുന്നണി വരുമ്പോൾ കുറച്ചുകൂടി വർദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ മുന്നണിക്കിടയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നെങ്കിലോ? അല്ലെ, ഞാൻ പറയുന്നത് ഈ ലോക്സഭാ ഇലക്ഷന്റെ ആ ഒരു സീപ്പ് ഉണ്ടല്ലോ, ആ ട്രെൻഡിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇപ്പോഴും. അതിന്റെ ഒരു ഇവിടെ കിട്ടിയിരിക്കുന്നത് മായാവതിക്കാണ്. മായാവതിക്ക് വളരെ അതായത് 19.7% വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പൊ ആ 2%-ന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്നത്. മറ്റേ അതേഴ്സിന് പോയിട്ടുണ്ട്. അതേഴ്സിൽ RLD എല്ലാം പെടും. കഴിഞ്ഞ തവണ BJP അത് മാത്രം. എനിക്കൊരു ചോദ്യം പന്തളത്തോട്, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പില് സമാജ്വാദി പാർട്ടിക്ക് മുമ്പിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസിനോടൊപ്പം തന്നെ RLD-യും കൂടി കൂട്ടിച്ചേർക്കാൻ അവർ മുന്നോട്ട് വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ സമാജ്വാദി പാർട്ടി അത് വേണ്ടെന്ന് പറഞ്ഞു. അതുണ്ടായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്നുള്ളതാണല്ലോ ഈ പെർസെൻറ്റേജ് കൊണ്ട് കാണുന്നത്. അപ്പോൾ ഒരു ബുദ്ധിപരമല്ലാത്ത തീരുമാനമാണോ എടുത്തത്? തീർച്ചയായിട്ടും. അങ്ങനെ അവിടുത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവരെടുത്ത തീരുമാനം ശരിയായിരിക്കും. ഇവിടെ നിന്ന് ഈ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായ തീരുമാനം അല്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു ഇക്കുമത്തുണ്ട്. അതായത് ഒരു പക്ഷേ പിന്നെ വെസ്റ്റേൺ UP-യിലെ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് എടുത്ത ജാട്ടുകളുമായിട്ടുള്ള ഒരു ബന്ധം അതുകൊണ്ടായിരിക്കാമോ? ഒരുപാട് പൊളിറ്റിക്സ് നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല. മുസാഫർ നഗർ കലാപത്തിൽ മുസ്ലിങ്ങളെ പോയി അടിച്ചത് ഈ ജാട്ടുകളാണ്. അതുകൊണ്ട് ജാട്ടുകളെ ഈ സഖ്യത്തിൽ ചേർന്നാൽ മുസ്ലിങ്ങൾ അകന്നു പോകുമെന്ന് SP ഭയപ്പെട്ടു. അത് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് മാത്രമല്ല, RLD BJP-യുടെ വോട്ട് RLD മേടിച്ചോളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്. പക്ഷേ ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്തു. പക്ഷേ 250 അവിടെ BJP കിട്ടുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളി. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ പ്രസിഷനിലാണ് ഇതൊക്കെ ചെയ്തെങ്കിൽ പോലും 36% കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 250 എത്തും. 36% വോട്ട് കിട്ടുകയാണെങ്കിൽ. പക്ഷേങ്കിൽ എന്നുള്ളൊരു വാക്ക് ജേക്കബ് ജോർജ് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സാധ്യത എന്ന് പറയുന്നത് മായാവതി എത്ര വോട്ട് പിടിക്കും, അല്ലെങ്കിൽ എത്ര വോട്ട് ഷെയർ, എത്ര അതാരുടെ വോട്ട്. അല്ല, ജേക്കബ് ജോർജിന്റെ മനസ്സിലുള്ള അല്ല, ഉണ്ടാകുന്നേ ഉള്ളൂ. കുമാറെ, ഞാൻ ജേക്കബ് ജോർജിന്റെ മനസ്സ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ജേക്കബ് ജോർജിന്റെ മനസ്സിലുള്ള ഒരു സംഭവം, അതായത് മോഡിയോട് കടപിടിക്കാൻ കഴിയുന്ന അഖിലേഷിനെ പോലുള്ള നേതാവിന്റെ കീഴിൽ ഒരുപക്ഷെ ഇതിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടാകും. അതല്ലേ താങ്കൾ? ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴും മേൽക്കോയ്മ BJP-ക്ക് തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട നിലയിലായിരിക്കും കോൺഗ്രസ് SP സഖ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഹങ് നിയമസഭ എന്നുള്ളതിനോടാണ് താങ്കൾക്ക് യോജിപ്പ്? സാധ്യത ഉണ്ട്. ഓക്കെ, മോയ്സ്, താങ്കളുടെ യോജിപ്പ് എങ്ങനെയാണ്? അപ്പൊ SP കോൺഗ്രസ് സഖ്യം വിജയിക്കുമെന്നുള്ള താങ്കളുടെ ആദ്യത്തെ നിലപാട് താങ്കൾ മാറ്റുന്നു? അല്ല, ആദ്യം പറഞ്ഞ തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ്. അല്ലല്ല, ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ SP കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് മാറ്റി. അതുപോലെ തന്നെ ബോയ്സിനും ആദ്യം പറഞ്ഞിരുന്നത് SP കോൺഗ്രസ് വിജയിക്കുമെന്നാണ് അല്ലേ? സോമശേഖർ അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? BJP-ക്ക് ക്ലിയർ മെജോറിറ്റി കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, മോയ്സിൻ
ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മോയിസിനെ. മോയിസും പറഞ്ഞിരുന്നത് SP കോൺഗ്രസ് ഇലക്ഷൻ കഴിഞ്ഞു, ഇനി SP കോൺഗ്രസ് ജയിക്കും, ഞങ്ങൾ ജയിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് അല്ല കുമാർ? ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും വോട്ട്. അതെ കൊടുത്തിട്ടുണ്ടാവും. അതെ. അപ്പൊ ഞങ്ങളെന്തായാലും BJP യെ ജയിപ്പിക്കാൻ സഹായിക്കില്ല. മോയിസിന് അപ്പോൾ നമ്മൾ ആർഗ്യുമെന്റിന് വേണ്ടി എന്തൊരു ക്രൂരതയാണ് അങ്ങനെ ചെയ്തെങ്കിൽ. സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുക, അയാളെ നിർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തോണ്ട്. എന്റെ കുമാർ ഇവിടെ കേരളത്തിൽ എത്ര തെരഞ്ഞെടുപ്പിൽ കുമാർ എത്ര പേർ കൂട്ടിയിട്ടുണ്ട്? അതെ. അരിവാൾ നിൽക്കതിനിടെ കുമാറുമായിട്ട് ഈ സമയത്തിന് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല. എന്ന കാരണം എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. അതായത് ജേക്കബ് ജോർജ് മാറിയതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ മോഹിസിന്റെ ഇപ്പോഴത്തെ നിലപാട് SP കോൺഗ്രസ് ഫസ്റ്റ് ഫോഴ്സ് ആണോ അത് സെക്കൻഡ് ഫോഴ്സ് ആണ് എന്റെ ചോദ്യം. ഫസ്റ്റ് ഫോഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഫോഴ്സ്. ഓക്കെ, വ്യക്തമായി. ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അതായത് മോഹിസിന് ഉദ്ദേശിച്ചത് ഹങ് ആണെങ്കിൽ പോലും SP കോൺഗ്രസ് ആയിരിക്കും ഫസ്റ്റ് ഫോഴ്സ് അല്ലേ? മാറ്റമില്ലല്ലോ. ഇല്ല. ഓക്കെ, താങ്കളുടെ അഭിപ്രായ പ്രകാരം BJP ഫസ്റ്റ് ഫോഴ്സ്. സൂസൻ സഹോദരി BJP ഫസ്റ്റ് ഫോഴ്സ്. സൂസൻ ആം ആദ്മി പാർട്ടി വിട്ടോ? വിട്ടിട്ടൊന്നുമില്ല, വിട്ടില്ല. സാരിയൊക്കെ ഒരു സാഫ്രണിലേക്ക് പോയിരിക്കണം. വിട്ടില്ല. ആം ആദ്മി ഇല്ലെങ്കിൽ പിന്നെ BJP ആണല്ലെന്നുള്ളവരുടെ വിട്ടിട്ടില്ല. എക്സിറ്റ് പോള് ഞാൻ ഇപ്പൊ എങ്ങും ഇല്ല, ഞങ്ങൾ അവിടെ യുപിയിലില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. UPയിൽ ആം ആദ്മി പാർട്ടി ഇല്ലാത്ത കൊണ്ട് സത്യം പറയുകയാണെന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചു. ഇങ്ങനെ ഈ എക്സിറ്റ് പോള് കണ്ടിട്ട് അതിന്റെ പെർസെന്റേജ് അല്ലെ, നമ്മൾ ഈ എക്സിറ്റ് പോൾ നിങ്ങളെ സ്വാധീനിക്കേണ്ട കാര്യമില്ല. ഈ എക്സിറ്റ് പോളിന് ഉപരിയായിട്ട് നിലപാട് എടുക്കാവുന്നതാണ്. മൊത്തത്തിൽ എക്സിറ്റ് പോളിനെ ഒരു ട്രെൻഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു നിലപാടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അറിയുന്നത് അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കലായിരിക്കും. സോമശേഖർ എക്സിറ്റ് പോളിന്റെ വിദഗ്ധൻ കൂടിയാണ്, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ. ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പറയും. ഇത് കണ്ടിട്ട് തോന്നുന്നത് BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും, പക്ഷെ ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിന്റെ ഒരു സംശയം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് BJPക്ക് കിട്ടുകയാണെങ്കിൽ ഈ 36% പ്രസക്തി ഇല്ലാതാവും. വാരണാസി ഇലക്ഷനിലെ ആ ഏരിയ അവിടെ അതെ അതെ അവിടുത്തെ പെർസെൻറ്റേജ് വോട്ട് വളരെ കൂടുകയാണെങ്കിൽ ഈ 36% എന്ന് പറയുന്ന UP മൊത്തത്തിലുള്ള ഇതാകത്തില്ല, റീജിയണൽ വ്യത്യാസം. ഓക്കെ സോമശേഖർ, അത് താങ്കൾ പിന്നെ സംസ്കൃതത്തിൽ പറഞ്ഞ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് കൃത്യമായിട്ട്? അതാണ് ഞാൻ പറഞ്ഞല്ലേ, അതായത് BJP ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തും. BJP ഒന്നാം സ്ഥാനത്തേക്കും, പക്ഷെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. കേവലം ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു നിയമസഭയായിരിക്കും UPയിൽ സംജാതമാകാൻ പോകുന്നത്. ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല, പക്ഷെങ്കിൽ UPക്കായിരിക്കും അല്ല BJPക്കായിരിക്കും അപ്പർ ഹാൻഡ്, പക്ഷെ ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 4 പ്രധാനപ്പെട്ട വ്യക്തികളിൽ ജേക്കബ് ജോർജിന്റെ അഭിപ്രായ പ്രകാരം ഹങ്ങാണ്, പക്ഷേ BJPക്കാണ് മേൽക്കോയ്മ. മോഹിസിന്റെ അഭിപ്രായ പ്രകാരം ഹങ്ങാണ്, SP കോൺഗ്രസിലാണ് മേൽക്കോയ്മ. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സൂസന്റെ അഭിപ്രായ പ്രകാരം ഹങ്ങാണ്, പക്ഷേ BJPക്കാണ് മേൽക്കോയ്മ. നമ്മുടെ സോമശേഖർ അഭിപ്രായ പ്രകാരം ഹങ്ങാണ്, പക്ഷേ BJPക്കാണ് മേൽക്കോയ്മ. 4 പേരുടെ അഭിപ്രായത്തിൽ 3 പേര് BJPക്ക് മേൽക്കോയ്മ, പക്ഷേ ഭൂരിപക്ഷമില്ല. ഒരാൾ SPക്ക്. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകും. നോക്ക്, ഇതാണ് ഇത് നമ്മൾ ഗോവ നമ്മൾ UPയിലേക്ക് വരുന്നു. ഓക്കെ, കുമാറിന് അവസാനം വരാം. പന്തളം ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടു കണ്ടു. അഖിലേഷ് യാദവിന്റെ പ്രസ്താവന വന്നു, മായാവതിയെ കൈപിടിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി ഒരു ബാധ്യതയാണോ എന്നുള്ള കാര്യം വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിച്ചു. ആ ഗഡ്ബന്ധൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഐക്യം, ആ രസതന്ത്രം വർക്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു. എക്സിറ്റ് പോളുകളെല്ലാം ഇങ്ങനെയൊക്കെ പറയുന്നു. എങ്ങനെയാണ് താങ്കൾ കണക്കൂട്ടുന്നത്? രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പോസിറ്റീവായിട്ട് തന്നെയാണ് UPയിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതെന്നാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇക്കാര്യം നാളെ രാവിലെ രാഹുൽ ഗാന്ധി പറയട്ടെ, ഈ ഇപ്പോൾ മാറി പറയുന്ന ഈ എക്സിറ്റ് പോളിന്റെ സ്ഥിതി അനുസരിച്ച് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു തൂക്ക് മന്ത്രിസഭ വരാൻ സാധ്യതയുണ്ട്. കാരണം നിയമസഭ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ചർച്ച തുടങ്ങി വെച്ചപ്പോൾ SP കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പിൻവാങ്ങിയില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ തൂക്ക് മന്ത്രിസഭ എന്ന് പറയുമ്പോഴേ തൂക്ക് നിയമസഭ അതിൽ ഞങ്ങൾക്കാണ് മെജോറിറ്റി. അതായത് കോൺഗ്രസ് മജോറിറ്റി ഇല്ല. അല്ല, ഞാൻ പറയട്ടെ, കോൺഗ്രസ് SP ഫസ്റ്റ് പാർട്ടി. അതായിരിക്കും ഫസ്റ്റ് പാർട്ടി. അപ്പൊ ഭൂരിപക്ഷമില്ല. ഫസ്റ്റ് പാർട്ടി. അപ്പോൾ പന്തളം ഒന്ന് പിൻവാങ്ങി, ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട്, അതായത് ഭൂരിപക്ഷമില്ല, പക്ഷെ ഫസ്റ്റ് ഫോർമേഷൻ, ഫസ്റ്റ് പിന്നെ കോമ്പിനേഷൻ SP കോൺഗ്രസ്. ചെറിയാൻ സാർ,
ഇതുവരെയുള്ള സർവേകളെല്ലാം കൂടെ കൂട്ടി ഹരിച്ച് ഗുണിച്ചാൽ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. അല്ല പക്ഷെ ഇവിടെ താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് കഴിഞ്ഞു. ഞങ്ങൾ സാറിന്റെ തറപ്പിച്ച് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, BJP ക്കാണ് മുൻതൂക്കം. അത് തൂക്കുമന്ത്രിസഭയാണോ മായാവതിയാണോ എന്നൊക്കെ നാളെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത് ആരാണോ ക്ലവറായി കളിക്കുന്നത് അങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് തൂക്ക് നിയമസഭ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം മൂപ്പർക്ക് വ്യക്തമല്ല. പക്ഷെ BJP-ക്കാണ് എഡ്ജ്. വേണമെങ്കിൽ കേവല ഭൂരിപക്ഷമാകാം, അതല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ബാക്കി എല്ലാവരും യോജിക്കുന്നൊരു ഉണ്ടാകാം. ഓക്കെ, ഡോക്ടർ വർഗീസ് ജോർജ്. തൂക്ക് നിയമസഭ SP കോൺഗ്രസ് സഖ്യം മുന്നിൽ. ഓ, അപ്പൊ ഇവിടെ രണ്ടുപേര് ഇപ്പൊ ഓൾറെഡി തന്നെ, അതായത് ബോയ്സിനും ഡോക്ടർ വർഗീസ് ജോർജുമാണ് CSDS സർവേയുടെ പിൻപറ്റിയിട്ട് രണ്ടുപേര്, അതായത് SP കോൺഗ്രസ് സഖ്യത്തിന് തൂക്ക് നിയമസഭയിൽ പോലും ഫസ്റ്റ് മുൻതൂക്കം ഉള്ളത്. എന്റെ സ്നേഹിതൻ കുമാർ. BJP അധികാരത്തിൽ വരും. തൂക്ക് മന്ത്രിസഭയൊന്നുമല്ല, നേരെ മര്യാദയ്ക്കുള്ള മന്ത്രിസഭ. തൂക്ക് നിയമസഭയല്ല, മന്ത്രിസഭ തൂക്കല്ല. തൂക്ക് നിയമസഭയല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരും. ഒരു ആശങ്ക അക്കാര്യത്തിൽ ഒരു ആശങ്കയും. എത്രയായിരിക്കും താങ്കൾ കൊടുക്കുന്ന ഒരു നമ്പർ? എത്ര ഞാൻ പറഞ്ഞല്ലോ, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മിനിമം കിട്ടും. അതിനപ്പുറം 202 മുകളിലായിരിക്കും. വളരെ സമൃദ്ധമായിട്ടുള്ള ഈ ചർച്ചയുടെ സമാപനത്തിൽ ഒരുപക്ഷെ BJP കേവല ഭൂരിപക്ഷം കിടന്ന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നത് കുമാറാണ്. സ്വാഭാവികമായിട്ട് കുമാർ അങ്ങനെ പറയേണ്ടതാണ്, പറഞ്ഞിരിക്കണം. പറഞ്ഞില്ലെങ്കിൽ ആക്ഷേപമുള്ളൂ. അങ്ങനെ ഒരു സൗജന്യം തരരുത്. ഞാൻ ഈ ചർച്ചകളെല്ലാം കണ്ട് ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. 10% മാർജിൻ, 185 സീറ്റിന്റെ 10% കൂട്ടിയാൽ വ്യക്തമായി. അതായത് കുമാറിന്റെ ലോജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ ലോജിക്കാണ്. അതായത് 42-36 വന്നാലും ഈ പറഞ്ഞ ഒരു ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഇങ്ങനൊരു പാനലിൽ ഒരുപക്ഷെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ മനസ്സിലുള്ള പക്ഷികളാണ് ഇതിന്. പക്ഷേ പക്ഷികളാണ് എല്ലാവരുടെ മനസ്സിലുള്ള പക്ഷികളാണ്. ഈ പക്ഷികൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കണക്കൂട്ടലുകളാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനനം ചെയ്യുന്നുണ്ടാകാം, ചില ബയസുകളും വേണേ ഉണ്ടാകാം, പക്ഷങ്ങളും ഉണ്ടാകാം, താല്പര്യങ്ങളുണ്ടാകാം, ആഗ്രഹങ്ങളുണ്ടാകാം. ഇതിൻ്റെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള വിഷ് ലിസ്റ്റ്, അതെ, പ്രതിഫലനമാണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രേക്ഷകർ അറിവിലേക്ക്, ആ തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് ഫലങ്ങൾ വന്നപ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായ സുപ്രധാനമായിട്ടുള്ള UP-യിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ഒരു സർവേയിൽ വ്യക്തമായ ഭൂരിപക്ഷം, 2 സർവേയിൽ വ്യക്തമായ ഭൂരിപക്ഷം, ബാക്കി സർവേകളിൽ ഏറെക്കുറെ BJP-ക്ക് ഒന്നാം കക്ഷി എന്നുള്ള പരിഗണന. വേണ്ട റിസൾട്ടുകളിലൂടെ ഒന്നും കൂടി പോവാണ്. ഇത് എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ്. ദയവ് ചെയ്ത് ഇതൊരു ശാശ്വതമായ സത്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. മാർച്ച് 11 ഇതിന്റെ അന്തിമ ഫലം വരുമ്പോൾ മാത്രമേ ചിത്രം വ്യക്തമാകുള്ളൂ. വളരെ വ്യക്തമായിട്ട് ഒന്ന് ഓടിപ്പോവുകയാണ്. വ്യക്തമായിട്ട് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോകും. ഉത്തർപ്രദേശ്, ഇതാണ് ഉത്തർപ്രദേശിന്റെ ചിത്രം. എക്സിറ്റ് പോളാണ്. ഇന്ന് വന്നിരിക്കുന്ന വിവിധ എക്സിറ്റ് പോളുകളെ സമന്വയിപ്പിച്ചുകൊണ്ട്, കമ്പയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നൽകുന്ന ഒരു ചിത്രപ്രകാരം BJP-ക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നൽകുന്നത് ടൈംസ് നൗ ആണ്. ഈ ടൈംസ് നൗ കൂടാതെ ഒരു സർവേ കൂടി BJP-ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ സർവേ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല. ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഇവിടെ ഈ കണക്കാണ് തിരുത്തേണ്ട കണക്ക്. ആക്സിസ് സർവേയിൽ ഒരു ഉണ്ട്. ഈ സർവേ പ്രകാരം 250ഓളം സീറ്റുകൾ വരാം. NDTV ന്യൂസെക്സും BJP-ക്ക് മേൽക്കോയ്മ കൊടുക്കുന്നു. അതേസമയം തന്നെ CSDS ഈ സർവേ മാത്രമാണ് ഒരുപക്ഷെ 2 കക്ഷികളെയും, അതായത് BJP-യെയും SP കോൺഗ്രസ് സഖ്യത്തെയും ഒരേ പാറിൽ, ഒരേ നിലവാരത്തിൽ കാണുന്നത്. ബാക്കി എല്ലാ സർവേകളും BJP-ക്ക് മേൽദുഃഖമാണ്. ഇനി അടുത്തത് പഞ്ചാബാണ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള പഞ്ചാബിലും ഒരു തിരുത്തൽ, ഇവിടെ ഒരു തിരുത്തലിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും പഞ്ചാബിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് നിലവിലുള്ള ഭരണകക്ഷി 15 വർഷത്തെ 1.5 പതിറ്റാണ്ടുകാലത്തെ ഭരണത്തിന് ശേഷം തുടച്ചു മാറ്റപ്പെടുന്നു. അധികാരത്തിലേക്ക് വരുന്നത് ആം ആദ്മി പാർട്ടിയാണോ അതെയോ കോൺഗ്രസ് ആണോ എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ആപ്പാണോ അതെയോ BJP ആണോ എന്നുള്ളത്, കോൺഗ്രസ് ആണോ.
അടുത്തത് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് വലിയ നാടകങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ നടന്നതാണ്. ഒരു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ആ രാഷ്ട്രപതി ഭരണത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് കോടതി ഇടപെട്ടിട്ട് പഴയ ഗവൺമെന്റിനെ, ഹരീഷ് റാവത്ത് ഗവൺമെന്റിനെ പുനഃസ്ഥാപിച്ചു. ഉത്തരാഖണ്ഡിൽ BJPക്ക് ഒരു മേൽക്കൈയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാ സർവേകളും സീ വോട്ടർ മാത്രമാണ് ഒരുപക്ഷെ രണ്ട് ശക്തികളെയും തുല്യമായിട്ട് കരുതുന്നത്. ബാക്കി എല്ലാ സർവേകളും BJPക്ക് ഒരു മേൽക്കോയ്മയാണ് കൊടുക്കുന്നത്. അടുത്തത് മണിപ്പൂർ കോൺഗ്രസിന്റെ ഭരണം നടക്കുന്ന സംസ്ഥാനമാണ്. മണിപ്പൂരിൽ നോക്കുക, മണിപ്പൂരിൽ BJPക്കാണ് മേൽക്കോയ്മ കൊടുത്തിരിക്കുന്നത്. രണ്ട് സർവേകളുടെ ഫലങ്ങൾ വന്നപ്പോൾ മണിപ്പൂരിലെ ഡോക്ടർ വർഗീസ് ചോർ, താങ്കൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കണക്കാണ് അല്ലെ? ഒരിക്കലും BJPയുടെ അധികാരത്തിൽ വരില്ല എന്ന് വിശ്വസിച്ചു. പന്തളത്തിന് പോലും ഇല്ലാത്തൊരു വിശ്വാസമാണല്ലോ വർഗീസ് ചോർ. പന്തളം പോലും മണിപ്പൂർ കൈവിട്ടിരിക്കുകയാണ്. ഒരിക്കലും ഇല്ല, 100%. ആദ്യമേ തന്നെ ഞാൻ കൈവച്ചത് മണിപ്പൂരിലാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിച്ചതിനെ അറിയോ, രമേശ് ചെന്നിത്തല കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പന്തളം പറയുന്നത് രമേശ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു. എപ്പോഴും പറയുന്നോണ്ടിരിക്കുന്നു. അതെ അതെ, പന്തളം മറന്നുപോയി ഇടയ്ക്ക്. രമേശാണ് അവിടുത്തെ ഇലക്ഷൻ ഇൻചാർജ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ BJP പിടിച്ചുകൂടായില്ല തീരുമാനിച്ചതും. അല്ല, അത് അവിടെ വഷളായി എന്നുള്ള സാഹചര്യങ്ങൾ പലതുണ്ട്. നാഗ വോട്ടുകൾ, അവിടുത്തെ ഇറോഷൻസ് ഉണ്ട്. ജേക്കബ് ജോർജ്, മണിപ്പൂർ പോയി, കോൺഗ്രസിന് പോയി. മണിപ്പൂരും ശനിയാഴ്ച പറയാം. താങ്കൾ ഒരു പ്രചരണത്തിന് സാധ്യമല്ല. സമയമുണ്ടല്ലോ. പക്ഷെ മൊയ്സിന്റെ പാർട്ടിക്ക് 3 സീറ്റ് ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊയ്സ്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ എത്ര സീറ്റിൽ മത്സരിക്കുന്ന മോയ്സിന്റെ പാർട്ടി? 6 സീറ്റിൽ ഒരു 50% വിജയം കൊടുത്തൂടെ? കൊടുക്കാം. ഓക്കെ. അടുത്തത് ഗോവ. പക്ഷെ അവിടെ CPIക്ക് മേലോട്ടമുള്ള ഒരു സംസ്ഥാനമാണത്. CPI പണ്ട് അവിടെ ഭരണത്തിൽ പങ്കാളിയായിരുന്നു. ഓക്കെ, ഗോവയില് ഇന്ത്യ ന്യൂസ് BJPക്ക് അനുകൂലമാണ്, ഇന്ത്യ ടുഡേ BJPക്ക് അനുകൂലമാണ്, ഇന്ത്യ TV BJPക്ക് അനുകൂലമാണ്. പക്ഷെ അത്ര വ്യക്തമായ ഒരു ഭൂരിപക്ഷം ആർക്കും കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇന്ത്യ ടുഡേയും ഇന്ത്യ TVയും ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട്. 15 മുതലല്ലേ 21. മാത്രമല്ല ഇവിടെ ഒരു കടപ്പുണ്ട്, ഇവിടെ ഒരു കഷ്ടക്കടപ്പുണ്ട്. അതായത് ഇതിനെ മുഴുവൻ പ്രവചനാതീതമാക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഉദയമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങളിൽ ഏറിയ തോതിൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം, ഒരുപക്ഷെ ഒരു ദേശീയ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി ഉരുത്തിരിയുന്നു എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഗോവ, ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ മണിപ്പൂർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് 4 സംസ്ഥാനങ്ങൾ BJP ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇത് എക്സിറ്റ് പോളുകൾ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50% ഒരു സാധ്യത മാത്രമേ എക്സിറ്റ് പോളുകളിൽ. 50%. ഞാൻ നേരത്തെ 50% പറഞ്ഞു അല്ലെ? എന്റെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകൾക്ക് 50% മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതാർക്കും പറയാവുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ 50% ഞങ്ങൾക്ക് പറയാവുന്നതാണെന്ന്. അതിനർത്ഥം എക്സിറ്റ് പോളുകളുടെ സാങ്കേതികതയെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുമാർ ഓർമ്മയുണ്ടോ? ബീഹാറിൽ കുമാറല്ലേ ഇവിടെ ഇരുന്നത്? BJP ജയിക്കും എന്ന് പറഞ്ഞോട് പന്തായം വെച്ചില്ല. ആ പന്തായം ഒരു തന്നിട്ടുമില്ല. അത് പോട്ടെ. എന്ത് പന്തയം വെച്ചു? അന്ന് BJPക്ക് എത്രയാ? 3-2 ഭൂരിപക്ഷമാണ്. പന്തയം വെച്ചില്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇക്കുറി വെച്ചല്ലോ. ഇക്കുറി പന്തയം വെച്ചു, ഞാൻ പറയുകയും ചെയ്തു. എക്സിറ്റ് പോളൊക്കെ അപ്പോൾ ഈ ബീഹാറിനെ മുൻനിർത്തിയുള്ള എക്സിറ്റ് പോളുകളെല്ലാം തന്നെ BJPയുടെ ഒരു വിജയമായിരുന്നു കണ്ടിരുന്നത്, സംശയമില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി ജാഗ്രത ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ വേണമെന്ന് കുമാർ തോന്നുന്നുണ്ടോ? എക്സിറ്റ് പോളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എക്സിറ്റ് പോളൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ നമുക്കൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, നമ്മുടെ പാർട്ടി വർക്കേഴ്സ്, പാർട്ടിയുടെ അപ്പോൾ ഇത് ബീഹാറിന്റെ നേതൃത്വം കൊടുക്കുന്നവരുടെ ബീഹാറിന്റെ കാര്യത്തിൽ പ്രാബല്യത്തിലായിരുന്നില്ലേ? ഞാൻ കൈരളി ചാനലിൽ വന്നിരുന്നോണ്ട് ഞാൻ പറഞ്ഞു തരണോ ഞാൻ ബീഹാറിൽ ഞങ്ങൾ നോക്കാൻ പോകുന്നു. ബീഹാറിൽ ജയിക്കുമെന്നാണ് എക്സിറ്റ് കഴിഞ്ഞിട്ടും. അങ്ങനെയാണ്, ബീഹാറിൽ ജയിക്കേണ്ടതായിരുന്നു. ബീഹാറിൽ ജയിക്കേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ പഞ്ചാബിലും ജയിക്കേണ്ടതായിരുന്നു. പഞ്ചാബില് കുമാർ തുടക്കത്തിൽ തന്നെ വന്നിരുന്നിട്ട് പഞ്ചാബ് വിട്ടു എഴുത്തള്ളി. അതിന്റെ കുമാർ പഞ്ചാബ് വിടാൻ കാരണം അങ്ങനെ ഒരു ഉദാര വായ്പ കുമാർ കാണിക്കാൻ കാരണം എന്താണ്? മാത്രമല്ല BJP കോൺഗ്രസിനെ വോട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. എന്ത് പറയാമല്ലോ. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടത്തിൽ നിങ്ങൾ നേരത്തെ ഫോണിൽ വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? ഫോണിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുമ്മാ.
പാർട്ടി പ്രശ്നമാവുക. 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ BJPയുടെ പ്രകടമായ ഫുട് പ്രിന്റ്, സാന്നിധ്യം, മേൽക്കോയ്മ, അപ്രമാദിത്യം ദർശിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ച പോലെ തന്നെ ഒരു BJP പക്ഷത്തേക്ക് രാജ്യം ഒന്നടങ്കം ചായുന്നുള്ളത് കുറെ വർഷത്തേക്ക് ഇനി BJPയുടെ കൈകളിലായിരിക്കും. പറയൂ. അത് ലോകമെങ്ങും കൂടുതൽ മുതലാളിത്തത്തിലേക്കും തീവ്ര വലതുപക്ഷത്തിലേക്കും പോകുന്നു. ബ്രെക്സിറ്റ്, ട്രംപ്, മോഡി, ഇതിനെതിരെ ലണ്ടൻ ഇക്കണോമിസ്റ്റ് ലേഖനമാണല്ലോ പറയുന്നത്. ഇതിനെതിരെ ഇന്ത്യയിലെ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പുനരേകീകരണം 2019 ഉണ്ടാവണം. അപ്പൊ താങ്കൾ ഈ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളെ ഒരുപക്ഷെ താങ്കൾ അടിവരയിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മംഗലാപുരത്തെ പ്രസംഗം, RSSനെതിരെയുള്ള പ്രസംഗം, ഇപ്പോഴ് ആന്ധ്രാപ്രദേശിൽ പോകും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടുന്ന് ഭീഷണി ഉയർന്നിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം, ഒരു ഹിസ്റ്റോറിക് ബ്ലണ്ടർ ഉണ്ടായിട്ടല്ലോ CPMൻ്റെ ചരിത്രത്തിൽ. അന്ന് ബസു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രം വേറെയാകുമായിരുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് വളരെ പ്രസക്തമാണ്. ബിട്ടാസ് അത് മോഹ്സിനോടല്ലേ ചോദിച്ചത്? മോഹ്സിനോട് ഉൾപ്പെടെയുള്ളവരോട്. കഴിഞ്ഞ കാര്യങ്ങൾ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു വിവിധ പാർട്ടികളുടെ പുനരേകീകരണം എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഇപ്പൊ BJP ഇങ്ങനെ ഒരു മെജോറിറ്റിയിൽ വന്നാൽ മാനസികമായിട്ട് ജനങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ്, എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് മോയ്സിനും ജേക്കബ് ജോർജും ഡോക്ടർ വർഗീസ് ജോർജും പറഞ്ഞത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇതൊരു സാധാരണക്കാരൻ ചോദ്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നെങ്കിൽ അപ്പൊ ഇതൊന്നും ഏകീകരണം ഉണ്ടാവില്ലേ? എനിക്ക് മനസ്സിലാത്ത കാര്യം ചെറിയ വിളിപ്പേ, തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നെങ്കിൽ അപ്പൊ ഏകീകരണം ഉണ്ടാവില്ലേ? അപ്പൊ ജയിക്കാത്ത കൊണ്ടാണ് ഏകീകരണം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണല്ലോ പലപ്പോഴും തോൽവിയിൽ നിന്നാണല്ലോ പാഠം പഠിക്കുന്നത്. അതെ, തോറ്റ് കഴിയുമ്പോൾ ഒരു കണക്കിന് താങ്കൾ പറഞ്ഞു വരുന്ന കാര്യം ഇവിടുത്തെ BJP വിരുദ്ധ ശക്തികൾക്ക് UP-യിൽ BJP ജയിക്കുന്നതാണോ? ഭരിക്കുന്ന കക്ഷി അപ്രമാദിത്യം. ഡോക്ടർ വർഗീസ് താങ്കൾ വ്യക്തമായി പറയൂ. താങ്കൾ പറയുന്ന യുക്തി പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ശരിയായിക്കണമെങ്കിൽ UP-യിലൊക്കെ BJP ജയിക്കണം. അല്ല, എനിക്ക് ഈ ഉത്തരം വേണം. ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം. ഒന്ന് BJP പരാജയപ്പെട്ടാൽ ഈ ശക്തികളുടെ പുനരേകീകരണത്തിന് കൂടുതൽ ബലം കിട്ടിയല്ലേ. ഇനി BJP ജയിച്ചാൽ പുനരേകീകരണം അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അനിവാര്യമാണ്. കുറച്ചുകൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊപ്പോസലാണ്. ഭരിക്കുന്ന കക്ഷി ഏകാധിപത്യ പ്രവണത കാണിക്കുകയും ജനങ്ങളുടെ മേലെ കുതിരകയറും ചെയ്യുമ്പോഴാണ് ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ ഭയങ്കരമായ ഭൂരിപക്ഷമുള്ള സന്ദർഭങ്ങളിലാണ് മഹാസംഖ്യ ഉണ്ടായത്. അവിടെ സ്വപ്നത്തിൽ പോലും കാണാത്ത ആളുകളെല്ലാം കൂടി, ഞങ്ങൾക്കത് കോൺഗ്രസിലുള്ള സമയമാണ്. അന്ന് ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഇത്രയും ആളുകൾ കൂടുമോ എന്ന് കരുതപ്പെട്ടിരുന്ന കാലത്ത് എല്ലാവരും കൂടി. അപ്പോൾ അതുപോലെ നാളെ മോഡിയുടെ അപ്രമാദിത്യം കൂടുകയും മോദി ഏകാധിപത്യപരമായി ഈ വർഗീയ വിഷം വമ്പിക്കുന്ന വർത്തമാനമായിട്ട് പോയാൽ മതേതര ശക്തികളും ഈ നാട്ടിൽ എല്ലാവരും കൂടും. അത് ഇന്ത്യയിൽ ഇന്ന് മായാവതിയും SP-യും തമ്മിൽ കൂടിക്കാണുമോ, സംവരണമാണോ പ്രശ്നം വരത്തില്ല. മോഡിയാണ് മുഖ്യ ശത്രു എന്ന് കണ്ടാൽ തീർച്ചയായും എല്ലാവരും യോജിക്കും. അതായത് കഴിഞ്ഞ മോഡി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ മോഡി സർക്കാരിനെയും BJP സർക്കാരിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും കൂടി. നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ആ ജനങ്ങളോട് അവരെല്ലാം പറയുന്നുണ്ട്. നവംബർ 8-ന് ശേഷം പ്രത്യേകിച്ചും അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനം ക്യൂ നിന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നതിന്റെ രഹസ്യം എന്താ? ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അല്ല, ജനങ്ങൾ പാവങ്ങളാണ്, അവർക്ക് ജോലിയില്ല, ഭക്ഷണത്തിന് വേറെ വകുപ്പില്ല, കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെന്നെങ്കിലും പണം കിട്ടിയാൽ, പണം ഇറക്കിയാൽ പോലും വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. അത് തന്നെയാണ് BJP ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ഷൻ റിഗ്ഗിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്. ഒരു പരിധി വരെ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അധികാരത്തിൽ വരാത്തത്. അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. അതാ ഈ സൂസൻ അംഗീകരിച്ചത്. ഇലക്ഷൻ റിഗ്ഗിംഗ് ഇലക്ഷനിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടോ നിങ്ങൾ? ഡൽഹിയിൽ അങ്ങനെയാണ് വന്നത്. ഡിമോണിറ്റൈസേഷൻ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് സംഭവിച്ചത്. ഈ UP ഇലക്ഷൻ സംബന്ധിച്ച് തന്നെയാണ് ഡിമോണിറ്റൈസേഷൻ എന്നുള്ള സംഭവം കൊണ്ടുവന്ന് തന്നെ UP-യിൽ നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ നിങ്ങൾക്ക് നിർജീവമാക്കാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ഇവരിതൊക്കെ ജനങ്ങളോട് പറയാത്തെന്താ? ഇവര് പറഞ്ഞല്ലോ, UP-ക്ക് വേണ്ടിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പില്
ഒരു second, മീഡിയകൾ എനിക്ക് കാണാൻ, എനിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ലിറ്ററസി ഇതൊന്നും ഇല്ലാത്ത ജനങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അവിടെയാണല്ലോ നിങ്ങൾ രാഷ്ട്രീയ മനസ്സിലാക്കണം. മോശം എനിക്ക് അവിടെയാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അവിടെയാണ് ഇടതുപക്ഷത്തിന് പ്രസക്തി. അത് ഞങ്ങൾ കൊടുക്കും. മോശം ഞങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നുണ്ട്. ഇതാ വരുന്നു, വെയിറ്റ് ചെയ്യോ, വരുന്നുണ്ട്. ഒരു ചുമന്ന കൊടി കാണണമെങ്കിൽ വെറും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോകണം. 31% നിങ്ങൾ അധികാരത്തിൽ വന്നത്. അത് ഒരു നേരം മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവങ്ങൾ, അന്തി ഉറങ്ങാൻ കൂരയില്ലാത്ത ഓക്കേ, അതാണ് ഗുജറാത്തിലെ ഏത് ജനത്തിൽ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം. നരേന്ദ്രമോദിക്ക് വെറും ഡെവലപ്മെന്റ് അവരെല്ലാം നിങ്ങൾക്കല്ലേ തെറ്റ്? നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയും. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ കുമാറെ, ഇടപെട്ടോട്ടെ. ഒരു അവതാരകനുള്ള ഒരു സാധ്യത തരൂ. നിങ്ങൾ തമ്മിലുള്ള തർക്കം ഇനിയും തുടരണം. എന്താ കാരണം വെച്ചാൽ ഇതൊരു സചേതനമായിട്ടുള്ള ഒരു ചർച്ചയാണ്, സംവാദമാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ ആരും വായ അടയ്ക്കത്തില്ല. വായ അടയ്ക്കാൻ പാടില്ല. നിങ്ങൾ തുടരണം. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. അതായത് ഈ ഇലക്ഷന് ശേഷവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയൊരു കാര്യം, UP-യിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് തോറ്റാൽ പോലും അഖിലേഷ് യാദവിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിൽ യാതൊരു പോറൽ വെക്കുന്നില്ല. അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വമായിട്ട് നിലനിൽക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ വലിയൊരു ചോദ്യചിഹ്നം രൂപപ്പെടും. ഇതാണ് പൊതുവെ ഡൽഹിയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ കണ്ടെത്തിയത്. ആ ചോദ്യചിഹ്നത്തെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ സ്നേഹിതൻ പന്തളത്തോട് ചോദിക്കാനുള്ളത്. ആ രാഷ്ട്രീയ ചോദ്യചിഹ്നം കോൺഗ്രസിനെ തുറച്ചു നോക്കുന്നുണ്ടോ? പറയൂ, ധൈര്യത്തോടെ പറ. ആ ചോദ്യത്തിന് ഞാൻ തുടച്ചു മാറ്റുന്നു. ഏയ്, ഞാൻ പറയട്ടെ, അത് അല്ല ഞാൻ പറയട്ടെ അത് ഈ ചോദ്യത്തിന് ഇദ്ദേഹം പറഞ്ഞത് അത് ശരി, രാഹുൽ ന്യായമാണ്. ഗാന്ധി അതായത് ചോദ്യത്തോട് ഞാൻ പറയട്ടെ, അതാണ് ചോദ്യം. എന്റെ ചോദ്യം അല്ല, ഇതാണ്. അത് ആ ചോദ്യം ഞാൻ തുടച്ചു മാറ്റുന്നു. പക്ഷേ ഒരു സെക്കൻഡ്, ഇതാ ചോദ്യം ഞാൻ ഇവിടെ എഴുതി വെച്ചു, ഇനി മാറ്റാൻ പറ്റുമോ? അല്ല, യഥാർത്ഥത്തിൽ ഇത് വ്യക്തിപരമായി കാണരുത്. ഇന്ത്യൻ നാഷണൽ അല്ല കോൺഗ്രസ് അല്ല, പ്ലീസ് പ്ലീസ് ഒരു സെക്കൻഡ്, എനിക്ക് ഞാൻ ഒന്നും കൂടി ഫോർമേറ്റ് ചെയ്യാൻ അവസരം തരണം. അതായത് ഈ തെരഞ്ഞെടുപ്പ്, UP-യിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള, അത് തർക്കമൊന്നുമില്ല. മോഡി ഒരു വശത്ത്, അഖിലേഷ് ഇപ്പുറത്ത്, മായാവതി അപ്പുറത്ത്, രാഹുൽ ഗാന്ധി ഇപ്പുറത്ത്. അങ്ങനെ 2-4 രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള വലിയൊരു പോരാണ് അവിടെ നടന്നത്. ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് തെരഞ്ഞെടുപ്പ് അവിടെ നടന്നത്. അവിടെ ഐഡിയോളജിയേക്കാൾ പ്രധാനം വ്യക്തികളായിരുന്നു. കോൺഗ്രസിന്റെ റിവൈവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു SP കോൺഗ്രസ് സഖ്യം. അത് മാത്രമല്ല, അത് രാഹുൽ ഗാന്ധിയും അഖിലേഷും കൂടി ഉണ്ടാക്കിയൊരു സഖ്യമാണ്. പ്രിയങ്കയും കൂടി സഹായിച്ചു വിചാരിച്ചോളൂ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഒരു പുനർജന്മം കിട്ടുന്നില്ല എങ്കിൽ എങ്ങനെയാണ് 2019 ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ എങ്ങനെ കോൺഗ്രസിനെ സജീവമാക്കി അതിൻ്റെ നേർനിരയിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും? അല്ല, ഈ ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഐഡിയോളജിക്ക് അപ്പുറം പലപ്പോഴും ഈ നേതാക്കന്മാരുടെ പ്രാധാന്യം വന്നില്ല, പ്രാമുഖ്യം വന്നല്ലോ. ആ പേഴ്സണാലിറ്റി ഇതാണല്ലോ പലപ്പോഴും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും ഇപ്പുറത്തെ സോണിയാഗാന്ധിയും എന്ന് പറഞ്ഞു. വ്യക്തി പ്രഭാവത്തിനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഐഡിയോളജിയേക്കാൾ കൂടുതൽ. ഐഡിയോളജിയേക്കാൾ പ്രധാനം വ്യക്തിത്വങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും UP-യിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിന് അതിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുണ്ട്. അതായത് UP-യിലെ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനോ വിജയത്തിനോ ഉള്ള ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കായിരിക്കും. അല്ലേ? അല്ല, അത് പാർട്ടിക്കാണ്. ഉത്തരവാദിത്വം രാഹുലിന് ഉണ്ടാവുന്ന വാചകം പറഞ്ഞോ? ചെറിയ പറ. അതല്ലല്ല, ഇവിടെ എന്തിനാണ് ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോർണർ ചെയ്യാനുള്ള ശ്രമം ശരിയല്ല. അല്ല, രാഹുൽ ഗാന്ധി കോർണർ ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ കോൺഗ്രസ് SP സഖ്യമാണ്. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇവിടെ ഡോക്ടറൊക്കെ ഇവിടെ പറഞ്ഞല്ലോ രാഷ്ട്രീയ പുനരേകീകരണം വേണം എന്ന് BJP-ക്കെതിരെ, അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ BJP ഒഴികെ ബാക്കി എല്ലാ കക്ഷികളും ഈ ഏകീകരണം പുനരേകീകരണം പറയുമ്പോൾ അവർ മുഖ്യ ശത്രുവായി എന്നും കണ്ടത് കോൺഗ്രസിനെയാണ്. അത് മാറ്റിയെടുത്തുകൊണ്ട് കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കോൺഗ്രസിനെ BJP-യെ പരാജയപ്പെടുത്താൻ കഴിയുന്ന കാര്യം സംശയം. എന്റെ ഞാൻ ആഴ്ചകളായിരിക്കാൻ വേണ്ടി ബോൾ പെന്നിൽ എഴുതിക്കാൻ ചോദ്യചിഹ്നം. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ പുനരേകീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം UP-യിൽ വിജയിക്കുമ്പോൾ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകുന്നത്.
ആ പ്രസക്തിയെ വെച്ച് വേണം അദ്ദേഹത്തിന് ചുറ്റും ആൾക്കാരെ റാലി ചെയ്യിപ്പിക്കാൻ. അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റുള്ള ആൾക്കാരുടെ ചുറ്റുമായിരിക്കും ഒരുപക്ഷെ BJP ബദൽ രാഷ്ട്രീയം ഉരുത്തിരിയാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് ചർച്ച. അതിനെ ഉത്തരം പറ. അധികാര രാഷ്ട്രീയത്തിന് ചുറ്റിനും ആള് കൂടും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നോ പരാജയപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല. തീർച്ചയായിട്ടും പരാജയം ഒരു പ്രശ്നമല്ല. അല്ല, പരാജയവും വിജയവും പരാജയവും ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രശ്നമല്ല. ചെറിയാനൊക്കെ പറഞ്ഞ് മടുത്തിട്ടാ പോകുന്നത്. പണ്ട് വിജയത്തിന്റെ വികാസത്തിലും പരാജയത്തിന്റെ പാതാളത്തിലും അതാണ് ഒരു ഉത്തമ കോൺഗ്രസ്സുകാരന് വേണ്ട. അന്നത്തെ കാലം പോയി. ഇപ്പൊ കാലം അതല്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെയും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും രാജീവ് ഗാന്ധിയൊക്കെ നയിച്ചിരുന്നാലും മാറി ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് നയിക്കാൻ പ്രാപ്തിയില്ല. ഒരു ബദൽ നേതാവിനെ കോൺഗ്രസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കോൺഗ്രസിന്റെയോ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെയോ ഒരു കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു നേതാവിനെ കൊണ്ട് പറ്റില്ല. എവിടുന്നെങ്കിലും ഒരു നല്ല നേതാവിനെ കണ്ടെത്തി. നേരത്തെ ജ്യോതിബാസു പറഞ്ഞില്ലേ, കോൺഗ്രസ് തന്നെയാണല്ലോ അന്ന് ജ്യോതിബാസു പറഞ്ഞത്. അതുപോലെ ഒരു കൊള്ളാവുന്ന ഒരു നേതാവ് വരികയും അത് ചിലപ്പോൾ വേണ്ട സാധിക്കില്ല എന്ന് പറയുന്നു. ചെറിയാനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നാലും അതുകൊണ്ടൊന്നും UP തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, ഓക്കെ. ജേക്കബ് ജോർജ്, താങ്കൾ ഈ ചർച്ച കണ്ടോ? അതായത് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും പന്തളം വ്യക്തമായി മറുപടി പറഞ്ഞില്ല. പറയാൻ പാർട്ടിക്കാരനല്ലേ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനാണ്. ഷീലാ ദീക്ഷിത് പറഞ്ഞിട്ടുണ്ട് മറുപടി. ഷീലാ ദീക്ഷിത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മറുപടിയാണ് പറയുന്നത്, ചെക്കൻ പോരാന്ന്. സുധാര 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ആന്റണി രാജിവെച്ചു. കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി പിൻവാങ്ങി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്. സജീവ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നേതൃസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങി. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെങ്കിലും അതനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയും രാഹുൽ ഗാന്ധി കുടുംബവാഴ്ചയ്ക്കും രാഹുൽ ഗാന്ധിക്കും അപ്പുറത്തേക്ക് കോൺഗ്രസിന് വളരാനും കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ് ജേക്കബ് ജോർജ് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തോൽവികളുടെ ഉത്തരവാദിത്തങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ പേറുമ്പോൾ അതിനതീതമായിട്ട് ഒരു നേതാവ് മാത്രം നിൽക്കേണ്ടതുണ്ടോ? ഒരു ജൈവപരമായിട്ട് നൈസർഗികമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു നേതൃത്വം അവിടെ ഉരുത്തിരിയേണ്ടതല്ലേ? പറയൂ മിസ്റ്റർ പന്തളം. അല്ല, അപ്പൊ അത് നേതൃത്വത്തിന്റെ നിലപാട് മെച്ചപ്പെടുത്തണം. നേതൃത്വത്തിന്റെ നിലപാട് മെച്ചപ്പെടുത്തണം. അതാണ് വേണ്ടത്. കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്ന എന്നേക്കാൾ കൂടുതൽ കാലം കോൺഗ്രസിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഇപ്പോഴും കോൺഗ്രസിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയാൻ ഫിലിപ്പിന് വീണ്ടും ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതല്ല പ്രശ്നം. ഈ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നതിനകത്ത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നെഹ്റു വംശീയതയാണ്. ആ നെഹ്റു വംശീയതയുടെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ഇന്ന് നെഹ്റു വംശീയതയോ രാഹുൽ ഗാന്ധിയോ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഒരു മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതിദാനമായിട്ട് ആരെങ്കിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷിയിൽ നിന്ന് കടമെടുത്ത് ആളെ നേതൃത്വത്തിൽ നയിക്കട്ടെ. പണ്ട് അച്യുതമേനോൻ CPI നേതാവായിരുന്നു. അദ്ദേഹം അത്ര വലിയ പാർട്ടി നേതാവല്ലല്ലോ. കരുണാകരനെ പോലെ ആളുകൾ ഉള്ളപ്പോഴാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് കരുണാകരൻ പുറകെ നിന്നിട്ടാണ് നയിച്ചത്. അങ്ങനെ വേണമെങ്കിൽ പരീക്ഷ നടത്താം. അല്ല, അങ്ങനെ ഒരാളുടെ പേര് ഒരു ഐഡിയ ആണ് ഇതല്ലേ കേട്ടോ. അങ്ങനെ ഒരു ഗതികേട് കോൺഗ്രസിനില്ല. പക്ഷേ കോൺഗ്രസ് ഇന്ന് പിന്തുടരുന്ന ആഗോളവൽക്കരണ നയങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ പാർട്ടിയാകുമോ? നയം മാറ്റണം. വ്യക്തികളല്ല പ്രധാനം. ഓക്കെ, നമ്മുടെ ചർച്ച അവസാനിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇപ്പൊ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം 5 സംസ്ഥാന നിയമസഭകളെ മുൻനിർത്തിയുള്ള എക്സിറ്റ് പോളുകളില് UPയില് ഒരു സർവേ ഒഴിച്ച് ബാക്കി എല്ലാ സർവേകളും BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അങ്ങ് നിയമസഭയുടെ സാധ്യതകൾ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും BJPക്കാണ് എല്ലാവരും ഒരു മേൽക്കോയ്മ കൊടുക്കുന്നത്. മണിപ്പൂരിൽ കോൺഗ്രസ് വരുമെന്ന് പറയുന്ന ഒരു സർവേ ഉണ്ട്. പക്ഷെങ്കിൽ ഭൂരിപക്ഷ സർവേകളും BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. ഗോവയിൽ BJPയുടെ മേൽക്കോയ്മ. ഉത്തരാഖണ്ഡിൽ ഒരു സർവേയിൽ മാത്രമാണ് ഒരുപക്ഷെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഏറെക്കുറെ തുല്യമായിട്ടുള്ള ഒരു നമ്പർ പ്രവചിക്കുന്നത്. അതേസമയം പഞ്ചാബിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ജനവിധിയാണ്. ആ ജനവിധിയുടെ പൊരുളിതാണ് ഭരിക്കുന്ന 1.5 പതിറ്റാണ്ടായിട്ട് ഭരിക്കുന്ന അകാലിദൾ BJP സഖ്യം തുടച്ചു നീക്കപ്പെടും. ഭരണത്തിലേക്ക് വരുന്നത്
ആം ആദ്മി പാർട്ടിയാണോ അതെയോ കോൺഗ്രസ് ആണോ? ഇതാണ് ഒരുപക്ഷെ ഇന്ന് വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളുടെ ഒരു നഖചിത്രം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജേക്കബ് ജോർജ്, 5 സ്റ്റേറ്റിൽ എത്ര സ്റ്റേറ്റിൽ BJP? 5 സീറ്റിൽ ഈ പറഞ്ഞതുപോലെ പഞ്ചാബ് ഏതായാലും BJP പോയി. കിട്ടുകയില്ല. ഗോവ കിട്ടില്ല. ബാക്കിയൊക്കെ ശനിയാഴ്ച പറയുന്നതല്ലേ ഭംഗി. ഓക്കെ, അപ്പൊ ഒരിടത്തും BJPക്ക് വേണ്ടി വെക്കാൻ തയ്യാറല്ല. മണിപ്പൂർ വെക്കാൻ തയ്യാറല്ല. ഇല്ല, അതൊരു ജയിക്കാം മിക്കവാറും അതായത് ജേക്കബ് ജോർജ് 5ൽ ഒരു സംസ്ഥാനത്തെ പോലും സുരക്ഷിതമായിട്ട് BJPയുടെ മടിയിൽ വെക്കാൻ തയ്യാറല്ല. ഒരു മൂന്ന് സംസ്ഥാനങ്ങൾ ഏതായാലും കിട്ടും. 3 സംസ്ഥാനം കിട്ടും. ഓക്കെ, മൊയ്സിൻ 5ൽ ഇപ്പൊ 2-2-1 2 കോൺഗ്രസ്, 2 BJP, 1 സമാജ്വാദി പാർട്ടി. അത് ആ സംഖ്യ എങ്ങനെയായിരിക്കും മാറി വരിക? ഉത്തരാഖണ്ഡിലും ഗോവയിലും ചെറിയ സാധ്യതയുണ്ട് BJPക്ക്. ഉത്തരാഖണ്ഡിലും ഗോവയിലും മാത്രമാണ് BJPക്ക് സാധ്യത. ഓക്കെ, ബാക്കി ഒരിടത്തും ഇല്ല. ഓക്കെ, സൂസൻ? ഗോവയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ജയിച്ചു. അതെ. അത് ഞാൻ പ്രതീക്ഷിച്ചാണ്. ഓക്കെ, ബാക്കി 3 സ്ഥലങ്ങളില് ബാക്കി 3 എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഓക്കെ, സോമശേഖർ? 2 സംസ്ഥാനങ്ങളിൽ BJPക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഉത്തരാഖണ്ഡ്, 2 ഇപ്പോൾ ഈ സർവേ വെച്ചിട്ടാണെങ്കിൽ മണിപ്പൂരാണുള്ളത്. മണിപ്പൂർ. ഓക്കെ, എന്നാലും UP പ്ലസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, UPയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, കുമാർ 5ൽ എത്ര? 4. 5ൽ 4. പഞ്ചാബ് കൂട്ടുന്നില്ല. എത്ര വ്യക്തമായിട്ടുള്ള ഒരു ഡോക്ടർ വർഗീസ് ജോർജ്, നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. BJP ജയിക്കുന്നത് ആ, ഗോവ, ഉത്തരാഖണ്ഡ്. കോൺഗ്രസ് ജയിക്കുന്നത് മണിപ്പൂര്, പഞ്ചാബ്. UP തൂക്ക് നിയമസഭ. 2-2-1, അതായത് പഴയ നില തുടരുമെന്ന് പറയുന്നു. ചെറിയാൻ ഫിലിപ്പ്? ഇതുവരെ കണ്ട സർവേകളുടെ അടിസ്ഥാനത്തിൽ BJPക്ക് ഒരു മുൻതൂക്കം മൊത്തത്തിൽ കാണാം. അത് ഏത് സ്റ്റേറ്റുകളെന്നുള്ളതല്ല. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന മോഡി തരംഗമോ പ്രഭാവമോ ഇല്ല. അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് UP തന്നെ 42% നിന്ന് താഴോട്ട് പോകും. അത് എത്രയാണെന്ന് മാത്രം കണ്ടാൽ മതി. അതേസമയം ഈ മണിപ്പൂരിൽ എന്തെങ്കിലും കാരണവശാൽ ജയിക്കുന്നെങ്കിൽ, ഗോവയിൽ ജയിക്കുന്നെങ്കിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടോ മാത്രമാണ്. അല്ല, അത് എന്തുകൊണ്ടെന്നുള്ളതല്ല ചോദ്യം. ഇപ്പോൾ ആ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 5ൽ കോൺഗ്രസ്, അവിടെ കോൺഗ്രസിനേക്കാളും മുൻതൂക്കം കാണുന്നത് BJPക്കാണ്. കോൺഗ്രസിനേക്കാളും മുൻതൂക്കം കാണുന്നത് BJPക്കാണ്. UPയിൽ താങ്കൾ പറയുന്നത് BJPക്ക് മുൻതൂക്കം കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു. മുൻതൂക്കം തന്നെ BJP ആണ് ഒന്നാം കക്ഷി. പക്ഷെ ഭരണം കിട്ടുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പന്തളം? ഗോവയിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട്. ഗോവയിൽ UPയിൽ അപ്പൊ അവിടെ ശുദ്ധീകരണം വേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും തൂക്ക് നിയമസഭയായിരിക്കും. എവിടെ? UPയിൽ. ഓക്കെ, ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും ഞങ്ങൾ ജയിക്കും. മണിപ്പൂരിലും. ഓക്കെ, അപ്പൊ അതിനർത്ഥം ഏറെക്കുറെ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ലേ? മാർച്ച് 11-ാം തീയതി ഒരു 10 മണിയാകുമ്പോൾ ഉണ്ടാകണം കേട്ടോ. എന്തായാലും നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മുടെ ചർച്ചയോട് നീതി പുലർത്തിക്കൊണ്ട് അവർ ആർജിച്ച കാര്യങ്ങളുടെ ഒരു അപഗ്രഥനമാണ് നടത്തിയത്. പഞ്ചതന്ത്രം 5 നിയമസഭാ മണ്ഡലങ്ങളെ മുൻനിർത്തിയുള്ള എക്സിറ്റ് പോളുകളുടെ ഫലം ഉൾപ്പെടുത്തിയുള്ള വിശകലനമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UPയിൽ BJPക്ക് മേൽക്കോയ്മ, ഒരുപക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം, അല്ലെങ്കിൽ തൂക്ക് നിയമസഭ. ഗോവയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും BJPക്ക് മേൽക്കോയ്മ. പഞ്ചാബിൽ BJP അകാലിദൾ സഖ്യം തുടച്ചു നീക്കപ്പെടുന്നു. മണിപ്പൂരിൽ സമ്മിശ്രമായിട്ടുള്ള എക്സിറ്റ് പോളുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും BJPക്ക് ഒരു മേൽക്കോയ്മ. ഇതാണ് എക്സിറ്റ് പോളുകൾ ഫലത്തെ മുൻനിർത്തിയുള്ള വിശകലനത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളും ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പഞ്ചതന്ത്രം ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹത്തിൻ്റെ പക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മാർച്ച് 11 വരെ കാത്തിരിക്കും. CPIയുടെ യുവ MLA മോഹ്സിൻ, ആം ആദ്മി പാർട്ടിയുടെ വക്താവ് സൂസൻ, സഫോളജിസ്റ്റ് വിശകലന വിദഗ്ധൻ ശ്രീ സോമശേഖർ, BJPയുടെ മുതിർന്ന നേതാവ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം BJPയുടെ വിജയം UPയിൽ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ഒരു പന്തയം വെക്കുകയും ചെയ്ത എൻ്റെ സുഹൃത്ത് കുമാർ, ഡോക്ടർ വർഗീസ് ജോർജ്, എൻ്റെ സ്നേഹിതൻ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ പന്തളം സുധാകരൻ, അതോടൊപ്പം പ്രേക്ഷകർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പിന്മാകട്ടെ. ശുഭരാത്രി. നന്ദി, നമസ്കാരം.